നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 136ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. എൻ്റെ ചാനലിലെ വിവിധ പ്രോഗ്രാമുകളോടൊപ്പം കൃഷ്ണശിലയായി എന്ന ഈ പരമ്പര തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ 1,715,000 പേർ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷം പകരുന്ന കാര്യം. ഓരോ എപ്പിസോഡിലും ഓരോ വ്യക്തികളെക്കുറിച്ച് പറയുന്നതും എൻ്റെ അനുഭവത്തിലൂടെയും എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ആരുടെയും മനസ്സ് തൊട്ട് നോവിക്കാൻ അവരുടെ കുറ്റങ്ങളും കുറവുകളും പരാതികളും ഒന്നും പറയാനില്ല. മറിച്ച് ഞാൻ കണ്ടപ്പോൾ, ഞാനുമായി സംവേദിച്ചപ്പോൾ അവരുടെ പ്രതികരണം, ആക്ഷനും റിയാക്ഷനും എന്നതുപോലെ ആ ഓർമ്മകളാണ് ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. എത്രയോ വർഷങ്ങൾ, 10-30 വർഷങ്ങളാണ് വർഷങ്ങൾക്ക് മുൻപാണ് ഓരോരുത്തരെ കാണുകയും അവരുമായിട്ടൊക്കെ സംസാരിക്കാനും സഹകരിക്കാനുമൊക്കെ ഇടവന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഒടുവിൽ കാണുന്നത് തിരുവല്ലത്ത് വെച്ച് പിതൃബലി നടത്താൻ വന്നപ്പോൾ തൊട്ടടുത്തിരുന്നാണ് ഞങ്ങൾ ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടുത്തെ ഒരു തിരുമേനിയുടെ വീട്ടിൽ വെച്ച്, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിനടുത്തുള്ള മുൻ മേൽശാന്തിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഒടുവിൽ കാണുന്നതും കണ്ടുമുട്ടുന്നതും. അതിനുശേഷമാണ് അദ്ദേഹം അസുഖബാധിതനായതും ആക്സിഡൻ്റ് ഉണ്ടായതും അതിൽ നിന്നെല്ലാം മുക്തി നേടിയപ്പോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് വീണ്ടും വരാനുള്ള പരിശ്രമവും ഒക്കെ നടക്കുന്നത്. മികച്ചൊരു നടൻ. നവരസങ്ങളിൽ ഏറ്റവും പ്രയാസം അവതരിപ്പിക്കാൻ ഹാസ്യമാണ്. അത് പലർക്കും അറിയാം. ശോകവും മറ്റ് ഭാവങ്ങളെല്ലാം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിലും ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ഹാസ്യമാണ്. ആ മേഖലയിൽ അദ്ദേഹം ഒരു ചക്രവർത്തി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതെല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല. 1500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ പ്രതിഭ. നാടകാചാര്യൻ അന്തരിച്ച ജഗതി N.K. ആചാര്യയുടെ മകൻ. വിശേഷണങ്ങൾ ഒരുപാടാണ്. എങ്കിലും ഞങ്ങളുടെ കണ്ടുമുട്ടലിന് ഒരു കണ്ണുനീരിൻ്റെ കഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആരെക്കുറിച്ചും അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായ ഒരു കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 135 എപ്പിസോഡുകളിലും അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതും ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ അത് പറയാതെ തരമില്ലല്ലോ. എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹത്തിന് ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. ശാസ്ത്രമംഗലത്ത് താമസിക്കുന്നതിൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായി കണ്ട് വളരെ നേരം സംസാരിക്കുന്നത്. ജഗതിയിലെ കൗൺസിലറായ ജയനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുമായിട്ടുള്ള വിവാഹമാണ്. ആ വിവാഹത്തിൽ പ്രശസ്ത ചലച്ചിത്ര നടനായ പത്മശ്രീ മധുസാറും ജഗതി ശ്രീകുമാറും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തൊരു വിവാഹം. ആ ചടങ്ങിൽ വെച്ചിട്ടാണ് ജഗദീഷ് കുമാറുമായിട്ട്
ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും വശ്യമായ ചിരിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തമ്പാനൂരിലെ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള ഞങ്ങളുടെ കുറച്ച് ആളുകളുടെ ഒരു സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബുണ്ട്. അവിടുത്തെ വാർഷിക പരിപാടിക്ക് വേണ്ടിയിട്ട് അതിൽ പങ്കുകൊള്ളാനായ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ജഗതിയിലുള്ള ജഗദീഷ് കുമാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അതിനു മുന്നേ ഇദ്ദേഹത്തിനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോയി കണ്ടു, സംസാരിച്ചു. അല്ല, കുഴപ്പമില്ല, ഞാൻ അവനോട് പറയാം, അവൻ വരും എന്ന് പറഞ്ഞതും നമുക്ക് സന്തോഷം നൽകി. അങ്ങനെ പല ദിനങ്ങളിലും ആ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ശ്രീകുമാർ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അവരുടെ ഒരു ഡ്രൈവർ പറഞ്ഞു, ഞങ്ങൾ തമ്പാനൂരിൽ നിന്നാണ് പോകുന്നത്, ഞാൻ അദ്ദേഹത്തോട് പറയാം, എന്തായാലും നോട്ടീസ് അടിക്കുകയല്ലേ, പേരച്ചടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നേരിൽ കണ്ട് സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ ശ്രീകുമാറിൻ്റെ ഡ്രൈവറും പറഞ്ഞു, എപ്പോഴും എന്തിനാണ് വരുന്നത്, ഞാൻ തീർച്ചയായിട്ടും പറയാം, അദ്ദേഹം പങ്കെടുക്കും, തമ്പാനൂരല്ലേ, ഇവിടുന്ന് അടുത്ത് തന്നെയല്ലോ. അതൊക്കെ ഒരു ആവേശമായപ്പോൾ ഞങ്ങൾ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷിക പരിപാടിയുടെ നോട്ടീസ് അടിച്ചപ്പോൾ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര നടൻ ജഗദീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ച് വീടാന്തരം കൊണ്ട് കൊടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയാണ്. വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ അന്ന് മനസ്സിലേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ ഫംഗ്ഷനും ഓണത്തോടനുബന്ധിച്ചാണ് നടക്കുന്നത്. സ്റ്റേജെല്ലാം കെട്ടി എല്ലാം റെഡിയാക്കി കാത്തിരിക്കുക. 6 മണിക്ക് പ്രോഗ്രാം തുടങ്ങും. അതിന് അദ്ദേഹത്തെ ചെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സെൻട്രൽ ഹാളിൽ ജഗതി NK ആചാരി എഴുതിയ നാടകം നടക്കുകയാണ്. നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി, ഇനി ശ്രീകുമാർ മറന്നുപോയതാണോ എന്നറിയില്ലല്ലോ എന്ന് കരുതി സെൻട്രൽ ഹാളിൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്തിനെ കണ്ട് നാടകം അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി മറന്നതാണെങ്കിലും ഒന്ന് സൂചിപ്പിക്കണമല്ലോ എന്ന് കരുതി അകത്ത് ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് ഞാൻ ജഗതി ഇരിക്കുന്ന റോയിൽ ചെന്ന് ജഗതിയോട് പറഞ്ഞു, ചേട്ടാ, ഇന്ന് ഞങ്ങളുടെ ഫംഗ്ഷനാണ്, നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ. ചേട്ടൻ്റെ പേരൊക്കെ നോട്ടീസിൽ അച്ചടിച്ചിട്ടുണ്ട്. ചേട്ടൻ മറന്നുപോയതുകൊണ്ടാണോ എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ നാടകം സ്റ്റേജിൽ നടക്കുകയാണ്. കറുത്ത പാൻറ്റും ഇൻ ചെയ്ത്, മഞ്ഞ ഷർട്ടും ഇൻ ചെയ്ത് ഇരിക്കുന്നു. പോണമശം, എൻ്റെ അച്ഛൻ എഴുതിയ നാടകം ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം വരെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഇറങ്ങി പോണമശം എന്ന് മുഖമടച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനങ്ങ് വിറച്ചുപോയി. വിഷമം അതൊന്നുമല്ല, അതിന് സാക്ഷ്യപത്രമായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ചീഫ് റെക്കോർഡിസ്റ്റുകളിൽ സൗണ്ട് എഞ്ചിനീയർമാരിൽ ഒരാളായ ഹരികുമാർ തൊട്ടടുത്തിപ്പുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി എൻ്റെ നെഞ്ചിൽ ഇറക്കിയ ഒരു കഠാര മാതിരിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും ഞാനങ്ങ് വിയർത്ത് തല കറങ്ങിപ്പോയി. കാലുകൊണ്ട് ഒരു കുടയിലും ആട്ടിപ്പായിക്കുന്നൊരു രീതി, മനസ്സ് പൊട്ടിത്തെറിക്കുകയാണ്. ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് ഹരികുമാറിൻ്റെ ആ കൊലച്ചിരിയാണ്. ഹരികുമാർ എൻ്റെ സുഹൃത്താണ്, എങ്കിലും അപ്പോഴുള്ള ഒരാൾ വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുമ്പോൾ അപ്പോഴുള്ള ആ പ്രതികരണം വല്ലാണ്ട് എന്നെ വേദനിപ്പിച്ചു. ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം,
ജഗതി ചേട്ടാ, നിങ്ങൾ മറന്നുപോയി കാണും എന്ന് കരുതിയാണ് ഞാൻ വന്ന് ഓർമ്മിപ്പിച്ചത്. ശരി, ഞാൻ പോണു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഒരു കുപ്പി വിഷമടിച്ച ഒരു പ്രതീതിയാണ് എനിക്കപ്പം തോന്നിയത്. ഞാൻ പുറത്തു വന്നു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കൂടെയുള്ള ആൾക്കാർ വാതിലിന് പുറത്ത് നിൽക്കുകയാണ്. ഞാൻ വിയർത്ത് കുളിച്ച് ഒരു വല്ലാത്ത തലത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്ത് സംഭവിച്ചേ, ജഗതി വരില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം നാടകം കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഇറങ്ങി വരിക ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? നാട്ടുകാരെല്ലാം നിറച്ചും ഹാളിൽ നിറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ കസേരകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന്. ഒരു ഗത്യന്തരവുമില്ലാതെ ഞങ്ങൾ വന്ന വണ്ടിയിൽ അവിടുന്ന് നേരെ ഇറങ്ങിച്ചെന്ന് പൂജപ്പരയിലെ വീടിപ്പോൾ ഓർമ്മയില്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ, ഓടിച്ചെന്ന് വളരെ വിഷമത്തോടുകൂടി എഴുത്തുകാരനും നടനുമായ ജോൺ സാമുവലിനെ കണ്ട് എൻ്റെ ആ വിഷമം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് പോയി ജലജ എന്ന നടിയെ കണ്ടിട്ട് പറഞ്ഞു, ഒന്ന് അത്രടം വരെ വരണം, ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ്റെ വിജയത്തിലേക്കാണ്, വന്നേ തീരൂ, വിശ്വസിക്കുക. ഒന്നും ചിന്തിക്കാണ്ട്, ഒരു മേക്കപ്പ് പോലും മണിയാണ്ട് ജലജ എന്ന നടി ആ ഫംഗ്ഷനിൽ വന്നു. ജനങ്ങൾക്കെല്ലാം ആഹ്ലാദമായി. അതെല്ലാം കഴിഞ്ഞ് അന്ന് ഹാഫ് സാരിയും പാവാടയും ബ്ലൗസുമാണ്, ഇളം നിറത്തിലുള്ള. വന്ന് അവർ ഒരു 4-5 വാക്കുകൾ സംസാരിച്ചു. ജോൺ സാമുവലും അവരെല്ലാം സംസാരിച്ചു. ഒരു വിധത്തിൽ നാണക്കേട് ഉണ്ടാവാണ്ട് ആ ഫംഗ്ഷൻ അവസാനിപ്പിച്ചു. അങ്ങനെ തിരികെ ശ്രീമതി ജലജയെ വീട്ടിൽ കൊണ്ടുവിടുകയും നന്ദിയോടെ പറഞ്ഞു, ഈ ജന്മം മറക്കില്ല നിങ്ങളുടെ ഈ സഹകരണത്തിന്. ശരിക്കും ആ രാത്രി എനിക്കും അന്ന് എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും ഉറങ്ങാനേ കഴിഞ്ഞില്ല. പരിപാടികളെല്ലാം കഴിഞ്ഞ് ആ സ്റ്റേജിൽ തറയിൽ ഞങ്ങളൊരു 4-5 പേർ നിരന്ന് കിടക്കുമ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ വളരെ വേർത്ത് വിളിച്ചാണല്ലോ പുറത്തു വന്നത്. അദ്ദേഹം ചീത്തവെല്ലാം വിളിച്ചു, അല്ലെ ചീത്തവെല്ലാം പറഞ്ഞു, അല്ലെ അദ്ദേഹം എന്തു പറഞ്ഞു? നിങ്ങളെ ഇത്തരത്തിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല തന്നെ ഇത്തരത്തിൽ, അത്രമാത്രം നിങ്ങളുടെ മുഖത്ത് ആ വിഷമം നഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ നാടകം അവതരിപ്പിക്കുകയല്ലേ, അപ്പോൾ അത് കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞു. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായത്. അതിനുശേഷം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ 1-2 കാര്യങ്ങൾക്ക് ഞാൻ പോകവേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ചിത്രാഞ്ജലിയിൽ നടക്കുകയാണ്. യൂണിറ്റും ജനറേറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നു, നിറയെ ആളുകൾ. ഇപ്പം എൻ്റെ സുഹൃത്തും മുൻപ് പല പടങ്ങളിലും അസോസിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പടത്തിൻ്റെ സംവിധാനം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അതിൻ്റെ സ്റ്റുഡിയോയിലെ ലാൻഡ്സ്കേപ്പ് എന്ന ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് കൈയാട്ടി വിളിക്കുകയാണ്, ഹലോ ശരവണ, വരുന്നില്ലേ? ഞങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ കാണാമല്ലോ, വരുന്നില്ലേ? അവിടെ ഒരു അമ്പലം സെറ്റ് ഇട്ടിട്ടുണ്ട്, ഇന്നുകൊണ്ട് ആ അമ്പലം. ആ അമ്പലത്തിൻ്റെ വഴിയോരങ്ങളിൽ 3-4 ഭിക്ഷക്കാർ ഇങ്ങനെ കിടക്കുന്നു. എല്ലാം അഭിനയിക്കാൻ വന്നവരാണ്. ആ കോലത്തിൽ അവിടെ ഇങ്ങനെ ഭിക്ഷയാചിക്കുന്ന രീതിയിൽ കിടക്കുമ്പോൾ അതിലൊന്ന് ശ്രീ ജഗതി ശ്രീകുമാറാണ്. അങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നു, ഞാനും എൻ്റെ സുഹൃത്തും. പറഞ്ഞു, ഏത് ലെൻസാണ് ഇടുന്നത്, അത് ഇന്ന രീതിയിലായിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ജഗതി ചേട്ടൻ പറയുന്ന കേട്ടിട്ട് എൻ്റെ സുഹൃത്തും ഡയറക്ടറുമായ അദ്ദേഹം പറഞ്ഞു, അത് നോക്കാം, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം
എന്നൊക്കെ ഒരു 4-5 വാക്ക് പറഞ്ഞിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ലെൻസാണ് ഇടുന്നത്, എങ്ങനെയാണ് ഡയലോഗ് ചെയ്യേണ്ടത്, എങ്കിൽ പിന്നെ ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ അങ്ങ് സംവിധാനം ചെയ്താൽ പോരെ, അഭിനയിക്കണോ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, ശരവണ ചതിക്കല്ലേ, എങ്ങനെയെങ്കിലും ഒരു 4-5 ടേക്കുണ്ട്, അത് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവരെ വിടണം, അതുകൊണ്ടാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംഭാഷണം കേട്ടിട്ടത് കുറച്ച് ദൂരെയാണ്. അമ്പലത്തിൻ്റെ വലതുവശത്ത് ഞാനും ഇദ്ദേഹവും, ഇടതുവശത്ത് 3-4 പേർ അഭിനേതാക്കൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു കീറിയ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് മേക്കപ്പെല്ലാം ചെയ്ത് കിടക്കുന്ന അദ്ദേഹം അവിടുന്ന് എഴിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കത് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വിചാരിച്ചാൽ ഒരു പടം സംവിധാനം ചെയ്യും എന്ന് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ധാർഷ്ട്യവും ഈ ഹുങ്കുമൊക്കെ ഇതേപോലെയുള്ള സംവിധായകർക്ക് മതി. എഴുത്തും വായനയും അക്ഷര വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ അത് ഉൾക്കൊള്ളും. ഏത് ലെൻസാണ് ഇടുന്നത്, ഏത് ഇതാണ് ഇടുന്നത്, പിന്നെ സംവിധായകൻ ചക്ക പറിക്കാൻ പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ മാങ്ങ പറിക്കാൻ പോയാൽ മതിയല്ലോ, സംവിധാനം ചെയ്യണ്ടല്ലോ. എത്രയും പറഞ്ഞതും എൻ്റെ കൂട്ടുകാരൻ ഓടി വന്ന്, ക്ഷമിക്കണം ജഗതി ചേട്ടാ, അദ്ദേഹം ഒരു എഴുത്തുകാരനും ഒക്കെ അല്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്നോട് പറഞ്ഞതാണ്. എൻ്റെ സുഹൃത്ത്, അടുത്ത സുഹൃത്താണ്. എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ജഗതി മടങ്ങിപ്പോയി ഇവിടെ ചെന്ന് കിടന്നു. അടുത്ത ടേക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ലാൻഡ്സ്കേപ്പിലെല്ലാം പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ വശത്തൂടെ വരാണ്ട് വേറെ വഴിയിലൂടെ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് വന്ന് റെക്കോർഡിംഗ് തിയേറ്ററിലൊക്കെ കയറിയപ്പോൾ തന്നെ രാത്രി 8:30 മണി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ സംസാരം എന്നെക്കാട്ടിലും വേഗത്തിൽ, കാട്ടുതീയുടെ വേഗത്തിൽ, കാറ്റടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ വേഗത്തിൽ റെക്കോർഡിംഗ് തിയേറ്ററിനകത്തും അറിഞ്ഞു. ശരവൺ സാറ് ജഗതി ചേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. ഞാൻ ചിരിച്ചു, പ്രതികരിച്ചൊന്നുമില്ല. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അതിലൊരു റെക്കോർഡിസ്റ്റിനോട് പറഞ്ഞു, എല്ലാം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ ഒരു അഭിനേതാവിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചിടത്ത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ A to Z മനസ്സിലാക്കിയും എത്രയോ വർഷത്തെ കഠിന പ്രയത്നമൊക്കെ കൊണ്ടാണ് ഒരു സംവിധായകൻ്റെ മേലങ്കി അണിയുന്നത്, അല്ലാതെ ഒരു രാത്രിയും ഒരു പകലും കൊണ്ടല്ലല്ലോ. അപ്പോൾ ആ പറഞ്ഞ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് അതിനുള്ള റിപ്ലൈ ചെയ്തത്, അല്ലാണ്ട് ജഗതി ചേട്ടനോടല്ല. പക്ഷേ ജഗതി ചേട്ടൻ അത് ഏറ്റുപിടിച്ചിട്ട് അന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മുടെയും ക്ഷമയ്ക്കൊരു അതിരുണ്ടല്ലോ. ഞാനും അത് പറഞ്ഞു. അതിൽ തെറ്റൊന്നുമില്ല. ശരവൺ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. എല്ലാത്തിനെ പറ്റിയിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒരു സംവിധായകൻ ഉണ്ടായിരിക്കും. അത് ഏത് സംവിധായകനായിരുന്നാലും ശരി. ഒന്നും അറിയാണ്ട് ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നാൽ ആർക്കും സംവിധായകനാകാൻ പറ്റില്ല. സീനും ഷോട്ടും ആക്ഷനും എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയും അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ സിനിമയായാലും ശരി ഏത് സൃഷ്ടിയായാലും ശരി അതിനൊരു മേലാപ്പ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് സ്ത്രീയിൽ നിന്നും ഇറങ്ങാറായപ്പോൾ ജഗതി ചേട്ടൻ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നടന്നു വരുന്നു. വേറെ ഒരു 10-12 പരിവാരങ്ങളുമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും പോകാനായിട്ടിരുന്നപ്പോൾ എന്തു തോന്നിയോ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഞാൻ മറക്കില്ല. ഞാൻ പറഞ്ഞത്
അവരവരുടെ യുക്തിക്കനുസരിച്ച് ചിന്തിക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അത് നിങ്ങളന്ന് സെനറ്റ് ഹാളിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് നല്ല കാര്യം. നിങ്ങൾ ഒന്നുകിൽ വരില്ല എന്ന് പറയണമായിരുന്നു. നിങ്ങളെക്കാട്ടിലും കഴിവുള്ള നിങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് പറയാം എന്ന് പറഞ്ഞതും നിങ്ങളുടെ വീട്ടിലൊരു 10-15 പ്രാവശ്യം കയറി ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ഡ്രൈവർ എന്നോട് പറഞ്ഞതും, എന്തിനാ ഒരുപാട് തവണ ഇവിടെ വരുന്നത്? ഞാനത് സാറിനോട് പറയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞതും ഇയാൾ പറഞ്ഞിരിക്കും എന്നുള്ളതൊക്കെ ഓർത്താണ് ചിലപ്പോൾ തിരക്കിനിടയിൽ ചേട്ടൻ മറന്നു കാണുമെന്ന് വിചാരിച്ചിട്ടാണ് സെൻറ്റ് ഹാളിൽ ആ സമയത്ത് വന്നത്. പക്ഷെ നിങ്ങളുടെ ആ വശ്യമല്ലാത്ത ആ മോശപ്പെട്ട ആ പെരുമാറ്റം എൻ്റെ മനസ്സിനെ ശരിക്കും കുത്തി നോവിച്ചു. വിശ്വവിഖ്യാതരായ ഒരുപാട് നടന്മാരെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലോകപ്രശസ്തനായ ഓംപുരി, അങ്ങനെ ഒരുപാട് പേർ, ലോകപ്രശസ്തനായ നൗഷാദ്, ഒരുപാട് പേരെ കാണുകയും സംസാരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ സ്നേഹത്തോടെ പറയാമായിരുന്നു, ഞാൻ മറന്നുപോയെന്നോ പറഞ്ഞെങ്കിൽ സാരമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഗർവ് നിറഞ്ഞ ആ പെരുമാറ്റം എൻ്റെ മനസ്സിനെ ശരിക്കും കുത്തി നോവിച്ചു. പ്രത്യേകിച്ചും നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന ഹരികുമാർ എന്നുള്ള സൗണ്ട് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ആ ചിരി എൻ്റെ മനസ്സിലുണ്ടാക്കിയ പ്രകമ്പനം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ചേട്ടനെ ഒരു ഫംഗ്ഷന് വിളിക്കാൻ എൻ്റെ മനസ്സതിന് അനുവദിക്കില്ല. ഇത്രയും പറഞ്ഞു കേട്ട് കൂടെ നിന്നവരും കേട്ടു. ഒന്നും മിണ്ടാതെ താടിയിൽ കൈവിരൽ ഓടിച്ച് അവിടെ നേരെ റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് കയറിപ്പോയി. ഞാനൊന്നും പ്രത്യേകിച്ച് പറയാണ്ട് ഞാനിങ്ങി മടങ്ങി. അതിനുശേഷം കാണുന്നതാണ് തിരുവല്ലത്ത് വെച്ച് പിതൃക്കളുടെ ബലികർമ്മ വേദിയിൽ വെച്ച് കണ്ടപ്പോഴും എൻ്റെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു ജഗതിച്ചേട്ടൻ. ഉടുപ്പിടാതെ മുണ്ട് മാത്രം എടുത്ത് അരമണിക്കൂറോളം കർമ്മമൊക്കെ ചെയ്ത് തിരുമേനിയൊക്കെ കണ്ടിട്ട് മടങ്ങി പോകാൻ ഭാവിക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം മിണ്ടിയേയില്ല. രണ്ടുപേർക്കും അറിയാം ആ അവസരത്തിൽ എന്താണ് പറയുക, ദുഃഖം തളം കിട്ടിയ ആ നിമിഷത്തിൽ എന്താണ് പറയുക. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ കണ്ടിട്ടേയില്ല. മനസ്സിൻ്റെ വേദനകൾ നമുക്ക് പറയാം. ആരെയും മോശമായി കാണാനും എനിക്ക് കഴിയില്ല. അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതാതെ കടന്നു പോകാൻ കഴിയില്ല. എത്രയോ ചിത്രങ്ങൾ മാസ്മരികമായിട്ടുള്ള അഭിനയം പുലർത്തിയ ഒരു അഭിനയ ചക്രവർത്തി തന്നെയാണ്. ഒരു ജീവിക്കുന്നൊരു ഇതിഹാസം തന്നെയാണ് ആ നടൻ. ഇത് വെറും പുകഴ്ത്തലല്ല. അദ്ദേഹത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ, 1500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൊരു അതുല്യ നടൻ. സ്റ്റേറ്റിൻ്റെ പല അവാർഡുകളും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുള്ളൊരു നടൻ. ഇന്ന് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളുണ്ടെങ്കിലും ഇനിയും അദ്ദേഹം കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു നടൻ എന്ന രീതിയിൽ പൂർണ്ണതയുള്ള ഒരു അഭിനേതാവാണ് ശ്രീ ജഗതി ശ്രീകുമാർ. കഴിഞ്ഞ കാലാനുഭവങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ സമുദ്രത്തിൽ അല്ലെങ്കിൽ നദിയിൽ കുളിച്ചു കയറുന്ന ഒരു ലാഘവത്തോടെ
ഇന്നും അദ്ദേഹത്തെ ഞാൻ ബഹുമാനത്തോടെ കാണൂ. രായാനം എന്ന ചിത്രത്തിലെ അഭിനയം, സീരിയസ് റോളായാലും ഹാസ്യ റോളായാലും ഒരു ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വലിയൊരു പ്രതിഭ. കഴിഞ്ഞകാല അനുഭവങ്ങൾ ഇവിടെ സൂചിപ്പിച്ചുവെങ്കിലും ജഗദീഷ് ശ്രീകുമാർ എന്നുള്ള നടന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നതോടൊപ്പം ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കട്ടെ. എല്ലാ നല്ലതും വരുത്തട്ടെ ജഗദീശ്വരൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.